സഡൻലി നമ്മളറിയാതെ നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. കരിയറിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം പക്ഷെ ഞാൻ ഓവർകം ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഞാൻ വീഴും. പക്ഷെ ഈ കോൺട്രവേഴ്സി എന്നെ പേഴ്സണലി ആ സമയത്ത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിലും എന്നെ സത്യത്തിൽ ലോകം അറിഞ്ഞത് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ, എവിടെ ചെന്നിറങ്ങിയാലും ഉമാനായരല്ലേ മറ്റേ സൗഹൃദം എനിക്ക് എൻ്റെ എല്ലാ വീഴ്ചയിലും എൻ്റെ കൂടെയുണ്ട്. ചോദിച്ചാലും കുഴപ്പമില്ല, എക്സ്പ്രഷനൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഹേർട്ടിംഗ് അല്ലേ, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടൻ കാണും, ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, നമ്മൾ ക്യാരക്ടർ നമ്മളെ നമ്മളായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഇൻഡസ്ട്രി ഇതാണ്, ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് ഇങ്ങനെയാണ്. എത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അഭിനയിക്കേണ്ടി വരും. ഭയങ്കരമായ രീതിയിൽ എന്നെ മാത്രമല്ല, അവിടെ കുറേ പേര് ടോർച്ചർ ചെയ്യപ്പെട്ടു. അതിൽ ഞാനും ടോർച്ചർ ചെയ്യപ്പെട്ടു. ഒരൊറ്റ വർക്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഈ ചില സമയത്ത് മനസ്സിലാവാറില്ല എന്താണ് റീസൺ. അവിടെ നമ്മൾ ഉമാനായരല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വീക്കാവുകയും വലിയ വലിയ കാര്യങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും അവരുടെ തെറ്റല്ല, എൻ്റെ തെറ്റാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ പറയണ്ട. നമ്മുടെ ഫാമിലിക്ക് അറിയാം, മരുമകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രുപക്ഷത്തല്ല. ആ കാര്യത്തിൽ ഞാൻ ഒരു ഭയങ്കര മന്ദബുദ്ധിയാണ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. Hey, hello, this is Suraj here. Welcome to Movie World Media. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. ഈ ആർട്ടിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല സീരിയൽസ്, ഈവൻ വെർസറ്റൈൽ ക്യാരക്ടേഴ്സ് ആണ്. നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ്, നെഗറ്റീവ് ക്യാരക്ടറാണ് നെഗറ്റീവ് ക്യാരക്ടർ. ഇവിടെ ഏത് ക്യാരക്ടറും ഭയങ്കര ഭദ്രമാണ്. ഹെവി ജോയിൻ വിത്ത് ഉമാ നായർ. ഹലോ മാം. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വേഴ്സ്റ്റൈലിൻ്റെ ഒരു ഫേസ് ആണ്, വേഴ്സ്റ്റാലിറ്റിയുടെ ഒരു ഫേസ് ആണ്. നമ്മളൊരു സീരിയലിൽ കാണുമ്പോൾ ഭയങ്കര കാമായിരിക്കുന്ന ഒരു വീട്ടമ്മ, വേറെ സീരിയലിൽ കാണുമ്പോൾ ഏഷ്യനൊക്കെ കുത്തുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടൊരാൾ. ഹൗ ഈ വേരിയേഷൻ എങ്ങനെ? ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ കഥാപാത്രങ്ങൾ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. പക്ഷെ അതിൽ വ്യത്യാസമായിട്ട് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ടെക്നീഷ്യൻസിന്റെ വലിയ മനസ്സുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരേ സമയത്ത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഇത് ഞാൻ ചോദിക്കാം, ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ വേറെ സെറ്റിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഡെഫിനറ്റ്ലി ഒരു പ്രഷർ നമുക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? പ്രഷർ ഇതിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആ സ്ഥലത്തുള്ള ആളുകളാണെങ്കിലും ഈവൻ പുറത്തുള്ള ആളുകളാണെങ്കിലും ഒക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്ന് വെച്ചാൽ അവരെ പലപ്പോഴും പേഴ്സണലൈസ് ചെയ്തിട്ട് എടുക്കുക, ക്യാരക്ടറിനെ മനസ്സുകൊണ്ട് എടുക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ പേഴ്സണലി നമ്മൾ എത്ര കാം ആൻഡ് ക്വൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എത്ര പാവാണെന്ന് പറഞ്ഞാലും ആ ക്യാരക്ടറിന്റെ ഷെയ്ഡിൽ നമ്മളെ ചിലപ്പോൾ നോക്കിക്കാണാറുണ്ട്. അത് പുറത്തുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മുടെ സെറ്റിലുള്ള ആൾക്കാരിൽ പോലും പലപ്പോഴും അതിൽ ഇൻഫ്ലുവൻസ് അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് കൂടുതൽ വരിക. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല, വെരി ഷുവർ ദാറ്റ് അത് ക്യാരക്ടർ അത്രയും ഡിമാൻഡബിൾ ആയി അത്രയും എഫേർട്ട് എടുത്തിടുന്ന കാരണമാണ് ഓഡിയൻസ് അങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ സെറ്റിൽ ആൾക്കാർ അങ്ങനെ എടുക്കുന്നത് ആയിരിക്കും ചിലപ്പോൾ. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ വിചാരിക്കും കൂടുതൽ ആൾക്കാർ എന്നോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് പോസിറ്റീവ് ക്യാരക്ടറിന്റെ ഫേസ് ആണ് ഉമയ്ക്ക്. ഉമയ്ക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ചേരില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം ആസ് എൻ ആർട്ടിസ്റ്റ് അപ്പം ഞാൻ ക്വാളിഫൈഡ് അല്ലേ, അത്രേ ഉള്ളൂ അല്ലേ, എനിക്ക് അത്രേ പറ്റുള്ളൂ. പക്ഷെ ഞാനങ്ങനെ ശ്രമിക്കുന്നതാണ്. ചിലതൊക്കെ സക്സസ് ആവുന്നു, ദൈവാനുഗ്രഹം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഓഡിയൻസിന്റെ അത് ഭയങ്കര പ്രശ്നമാണല്ലേ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ നീ ഇന്നലെ എന്താണ് അങ്ങനെ ചെയ്തത്, ചോദിക്കും. അത് കുറെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും മെമ്മറിയിൽ ഈശ്വര ഇത് എന്തിനാ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും എക്സ്പീരിയൻസ്? പുറത്ത് ഇനോഗ്രേഷന് പോകുമ്പോഴോ പബ്ലിക് അപ്പിയറൻസ് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലല്ല. അപ്പൊ ഞാൻ മിക്കപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരു അമ്പലവാസിയാണ്. അപ്പൊ അമ്പലത്തിൽ വരുന്നതൊക്കെ വളരെ അമ്മമാരൊക്കെ കുറച്ച് പ്രായമായവർ, യങ്സ്റ്റേഴ്സൊന്നും അവരൊന്നും അങ്ങനെ മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. പക്ഷേ അമ്മമാരൊക്കെ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിക്കും, കുറേ സംസാരിക്കും, സ്നേഹത്തോടെ സംസാരിക്കും. നെഗറ്റീവ് ആകുമ്പോൾ വേണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ നിയർ ബൈ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് സൂര്യ TV പെയ്തൊഴിയാതെ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. 6:30-ക്കാണ് പോകുന്നത്. ആ പ്രോജക്റ്റിൽ ഞാൻ
കൊടൂര വില്ലത്തിയ, ഒരു രക്ഷയില്ലാത്ത വില്ലത്തിയ. അപ്പം അത് എൻ്റെ തന്നെ എനിക്ക് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാർ, എന്നെ അത്ര ഇഷ്ടമുള്ള എൻ്റെ ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലി ഫ്രണ്ട്സ്, ചേട്ടനും ചേച്ചിയും അവിടുത്തെ അവരുടെ ഫാമിലിയിലെ ഒരു കല്യാണത്തിന് ഞാൻ റീസെൻ്റായിട്ട് പോയപ്പോൾ ചേട്ടനും ചേച്ചിയും പറഞ്ഞു, ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ് ഉമ്മയെ വിളിക്കാൻ. ഞാൻ ചോദിച്ചാൽ എന്താ വെച്ച് ചേച്ചി? എന്നാൽ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഏതങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചേട്ടൻ കാണും ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, നമ്മൾ ക്യാരക്ടർ ആണ്, പക്ഷെ എന്നാലും അത് പറ്റുന്നില്ല. അപ്പം അങ്ങനെ അവരതിനെ എടുക്കുന്നു എന്നുള്ളതാണ് ചില ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ചില ആൾക്കാർ പക്ഷെ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടുമ്പോൾ ചോദിച്ചാലും കുഴപ്പമില്ല, എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഹേർട്ടിങ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പം ഇങ്ങനത്തെ ക്യാരക്ടർ ഡെഫിനറ്റ്ലി നമുക്ക് കാമായിട്ടുള്ള ക്യാരക്ടറും ചെയ്യാൻ കുറച്ചൊരു ടഫാണ്, ഇതും ചെയ്യാൻ ഭയങ്കര ടഫാണ്. പക്ഷെ പേഴ്സണലി ആസ് എൻ ആർട്ടിസ്റ്റ് ഏത് ചെയ്യണം കുറച്ചും കൂടി ഒരു പേഴ്സണലായിട്ടോ ഇത് കുറച്ചൊരു പണിയാണ് എന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഏറ്റവും പണിയാണെന്ന് തോന്നിയിട്ടുള്ളത് കോമഡി ചെയ്യുമ്പോഴാണ്. കോമഡി, ഓക്കെ. പക്ഷെ എനിക്ക് നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ നമ്മളെ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ നമുക്ക് പിന്നെ ഞാനൊരു ഡയറക്ടോറിയൽ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ എന്ത് ആവശ്യപ്പെടുന്നോ അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും വേണ്ട, അത്രയും വേണ്ട, ഇത്രയും കൂടെ വേണം, അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ. പക്ഷേ കോമഡി എന്ന് പറയുമ്പോൾ അത് ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ മാത്രമേ കോമഡി വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോമഡി കാണിച്ചിട്ട് കാര്യമില്ല, ഇത് പ്രേക്ഷകനെ ആസ്വദിക്കാൻ പറ്റണം. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ തരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോമഡി ചെയ്യുമ്പോൾ. ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലം പോലെ അല്ല, ഭയങ്കരമായിട്ട് ആളുകൾ ഒബ്സർവ് ചെയ്യും, കീനായിട്ട് വാച്ച് ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവർ ഭയങ്കരമായിട്ട് പ്രതികരിക്കും, നമ്മളെ തകർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആസ് എ ഹ്യൂമൻ നമ്മൾ ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അപ്പോൾ പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ 32 years ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയിൽ സീരിയൽ കാണുന്ന സീരിയൽ പ്രേക്ഷകർക്ക് മാത്രമേ ഞാൻ എന്താണെന്ന് അറിയത്തുള്ളൂ സത്യം. അതിനപ്പുറത്തേക്ക് പിന്നെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വലിയ സ്കെയിൽ ഓഫ് ആളുകൾക്കോ എന്നെ അറിയ പോലുമില്ല. ഞാൻ എത്ര വർഷമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഈ കോൺട്രവേഴ്സി എന്നെ പേഴ്സണലി ആ സമയത്ത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിലും എന്നെ സത്യത്തിൽ ലോകമറിഞ്ഞത് അത് പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അതല്ല, മൈൻഡ് സെറ്റ് അതല്ല. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ, എവിടെ ചെന്നിറങ്ങിയാലും ഉമാനായരല്ലേ മറ്റേ അപ്പൊ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ വിളിക്കുക, ഇപ്പൊ പറഞ്ഞ ഈ ക്യാരക്ടർ ചെയ്തിട്ട് തന്നെ അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ വന്നപ്പോ ഫാമിലി ഒക്കെ വിളിച്ചിങ്ങനെ അഡ്വൈസ് ഒക്കെ തരായിരുന്നു. എന്റെ കസിൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. കാരണം വഴക്ക് പറഞ്ഞെന്ന് വെച്ചാല് നമ്മളെന്തിനാ പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ പറയണ്ട, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ മറ്റൊരിടത്ത് നമ്മൾ അങ്ങനെ വഴക്ക് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലാത്തൊരു കോൺട്രവേഴ്സിയിലേക്ക് നീ പോകണ്ടായിരുന്നു. ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല എന്നുള്ളത് എനിക്കറിയാം, അവിടെ ഉണ്ടായിരുന്നവർക്കറിയാം. സോ അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക ഫ്രണ്ട്സാണ്. എൻ്റെ എല്ലാ നല്ലതിലും എൻ്റെ എല്ലാ ചീത്തയിലും എൻ്റെ എല്ലാ സിറ്റുവേഷൻസിലും എനിക്ക് എന്നെ ചേർത്ത് പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. സോ അപ്പോൾ ഞാൻ അതിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ സൗഹൃദം എനിക്ക് എൻ്റെ എല്ലാ വീഴ്ചയിലും എൻ്റെ കൂടെയുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തുടക്കം മുതൽ കരിയർ ഉമാദേവി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ കരിയർ സ്റ്റാർട്ടിങ് ടൈം മുതലേ ഒന്നുമല്ലാത്ത സമയത്ത് തുടങ്ങി ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ അറിയില്ലെങ്കിലും പീപ്പിൾ നോ യു, യു ഹാവ് എ ഫെയിം, ഡെഫിനറ്റ്ലി യു ഹാവ് എ ഫെയിം. അത് ഒട്ടും ചെറിയ കാര്യമില്ല, അതിന് ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അന്നത്തെ ആ ടൈമിൽ ഇന്ന് വരെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെരി സ്പെഷ്യൽ ടൈം ആയിട്ട് എന്ത് കാര്യത്തിനും ഏത് പാതിരാത്രിക്കും വിളിച്ചാലും ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ആക്ടർ ഇൻഡസ്ട്രിക്കകത്തുള്ള ഫ്രണ്ടാണോ? നമുക്ക് പുറത്തും പറയാം അകത്തും പറയാം. സോറി, ഇൻഡസ്ട്രിക്കകത്തുള്ള ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് മാത്രമാണ്. പേഴ്സണലി തോന്നിയിട്ടുണ്ടല്ലേ? പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എല്ലാവർക്കും അവരവരുടേതായ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവരവരുടേതായ വെല്ലുവിളികളുണ്ട്. അപ്പോൾ അതിൽ എത്ര പേർക്ക് ക്ലോസ് ആകാൻ പറ്റും, എത്ര പേർക്ക് അകന്നു പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് പുറത്തുള്ള ഫ്രണ്ട്സിനെ പോലെ അല്ല. നമ്മളെ നമ്മളായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഈ ഒരു റിയലൈസേഷൻ എപ്പോഴാണ് വന്നത്? സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിൽ 8 വയസ്സിലാണ്. അതൊന്നും എനിക്കൊന്നും അറിയില്ല. ഞാൻ ഹീറോയിനാകുന്ന ചെയ്യുന്ന സമയത്തും എനിക്ക് അത്ര വലിയ അറിവുകളില്ല. ഞാൻ ശരിക്കും ഇൻഡസ്ട്രി ഇതാണ്, ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് ഇങ്ങനെയാണ്.
ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. കാരണം ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് അത് എന്നാൽ അങ്ങനെ അല്ലേ, അങ്ങനെയല്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കണക്ഷൻ അല്ലേ, ജസ്റ്റ് കണക്ഷൻ, ജസ്റ്റ് ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പറഞ്ഞാൽ അവർ പരിഹരിക്കും ആയിരിക്കാം, പക്ഷെ നമുക്കിങ്ങനെ പറയാനും കൂടെ തോന്നണം. അതെ, തോന്നണം. അതും ഒരു ആ തോന്നലിലാണ് നമ്മുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നത്. സൗഹൃദം എന്തുണ്ടെങ്കിലും പറയാനും അത് കേൾക്കാനും അതിന് പരിഹരിക്കാനുള്ള മാർഗം പറഞ്ഞു തരാനും ഒക്കെ പറ്റുന്ന സൗഹൃദങ്ങൾ ഐ ഡോണ്ട് നോ, ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും ജസ്റ്റ് സൗഹൃദമാണ് അല്ലേ. ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാൾ ചോദിച്ചു? റിയൽ ലൈഫിൽ ഒരാളല്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സമ്പാദ്യം എൻ്റെ സുഹൃത്താണ്. സുഹൃത്തുക്കളാണ്. അത് ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ഇങ്ങനെ കൈ നിറച്ചുണ്ട്. അതെന്ന് പറയാൻ നല്ലതിന് വേണ്ടി മാത്രം ചീത്ത പറയാൻ, എന്നെ വിമർശിക്കാൻ, എന്നെ ചീത്ത പറയാൻ, എന്നെ തല്ലാൻ, എന്നെ കൂടെ നിർത്താൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ എല്ലാ വീഴ്ചയിലും എന്നെ ഇങ്ങനെ നമുക്ക് റെഡിയാക്കാൻ നീ വാ എന്ന് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഒരുപാട് അധികം ഉണ്ട്. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറേ കോമ്പറ്റീഷൻസ്, കുറേ കോൺട്രവേഴ്സികൾ, ഇവൻ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഈഗോ പ്രശ്നങ്ങൾ, ജലസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട്. സോ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു? കാരണം എത്ര പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മുടെ മെന്റൽ ഹെൽത്തും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെങ്ങനെ ചേച്ചി ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട്? കാരണം കുറേ ഇയേഴ്സ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ പോകുന്നു ചേച്ചി അതൊക്കെ? ടു ബി ഫ്രാങ്ക്, ഞാൻ ഇമോഷണലി കുറച്ച് എന്നെ പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ ഇരുന്നിട്ട് സഡൻലി നമ്മളറിയാതെ നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് തകർക്കും. നമ്മൾ വിചാരിച്ചിരുന്ന ആളുകളല്ല ഇവരെന്ന് തോന്നുന്ന നിമിഷം എന്നെ തകർക്കും. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സണാണ്. എല്ലാവരും ചോദിക്കും നിങ്ങൾ ഭയങ്കര ബോൾഡാണല്ലേ. എന്താണ് ബോൾഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ അറിയില്ല. ഇവർ ചോദിക്കും, പലരും ചോദിക്കണം ഉമ്മ ബോൾഡ് അല്ലേ, ഉമ്മ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ, ഞാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. എനിക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പോരാടും. പക്ഷെ എനിക്ക് ചിലപ്പോൾ സൂരജും ഞാനും നല്ല സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, നല്ല കൊളീഗ്സ് ആണെന്നിരിക്കട്ടെ, എന്നോട് ഭയങ്കര സൗഹൃദമായി പെരുമാറുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മുന്നിലൊന്നും പിന്നിലൊന്നും സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർ നമ്മളോട് ചേർന്ന് നിൽക്കും. ആ ചേർന്ന് നിൽക്കുന്നവർ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തകർക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീക്കാവുകയും വലിയ വലിയ കാര്യങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ വർക്കിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ഞാൻ ഓവർകം ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഞാൻ വീഴും. ഞാൻ വീഴണമെന്നൊന്നും കാണിക്കൊന്നുമില്ല. ഇല്ലല്ലേ, ഒക്കെ അകത്ത് വയ്ക്കും. കാരണം ഇത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ സൂരജിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ബുദ്ധിയാണ്. സൂരജ് എന്താണെന്ന് ഞാൻ അനലൈസ് ചെയ്യാതെ ഞാൻ എന്തിനു സൂരജിന് മുന്നിൽ എന്നെ തുറന്നു ഇങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടപഴകുന്നു? എൻ്റെ തെറ്റല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും അവരുടെ തെറ്റല്ല, എൻ്റെ തെറ്റാണ്. ഞാനങ്ങനെ ഓപ്പൺ അപ്പ് ആയിക്കൊണ്ടാണല്ലോ. അതെ, എൻ്റെ അറിവില്ലായ്മ. കാരണം ഞാനൊരാളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ടൈം എടുക്കണം. ഞാൻ പെട്ടെന്ന് അടുക്കും. ഇപ്പോഴങ്ങനെ തന്നെ. അത് മാറുന്നില്ല. മാറ്റാൻ ആഗ്രഹമുണ്ടോ? ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്നെ ഇപ്പോൾ എനിക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഇവിടെ ബിജുകുമാരി ചേച്ചി, ഇങ്ങനെ എൻ്റെ കൂടെ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന എന്നെ സഹോദരരായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവരൊക്കെ എന്നോട് എപ്പോഴും പറയും, നീ എന്തിനാ ഇങ്ങനെ ഇമോഷണലി എടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ വിഷമിക്കണേ? അവരൊക്കെ വളരെ ബിസിനസ് മൈൻഡോടുള്ള ആയിരിക്കാം, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. നമുക്കത് പറ്റുന്നില്ല അല്ലേ? ട്രൈ ചെയ്യുന്ന ഒരാളാണോ അങ്ങനെ? ട്രൈ ചെയ്തിട്ടുണ്ട്, പറ്റില്ല. ഞാൻ തന്നെ സഹായിച്ചിട്ടുള്ള, ഇപ്പം എനിക്ക് റീസെന്റും അങ്ങനെ ഒരു അനുഭവം വന്നു. എന്നോട് ഞാൻ തന്നെ അവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ട് അവരെന്നോട് പ്രൊഫഷണലിയും പേഴ്സണലിയും ജലസ് ആണോ അതോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കാണുന്നത്. ഇവരൊക്കെ നമ്മൾ ഭയങ്കര ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇവരെന്തിനാ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും. എനിക്ക് ചില സമയത്ത് മനസ്സിലാവാറില്ല എന്താണ് റീസൺ. ആ കാര്യത്തിൽ ഞാൻ ഒരു ഭയങ്കര മന്ദബുദ്ധിയാണ്. ഞാൻ എന്നിട്ട് പോയിട്ട് ഇത് ശ്രമിക്കും അറിയാൻ. അത് പാടില്ല. അപ്പം എനിക്ക് അങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്.
അതൊക്കെ മാറ്റണമെന്ന് ഞാൻ എൻ്റെ മോളൊക്കെ എന്നെ അഡ്വൈസ് ചെയ്യും. ചെയ്യാറുണ്ട് എന്നെ അഡ്വൈസ് ചെയ്യും. എൻ്റെ മോൻ എന്നെ അഡ്വൈസ് ചെയ്യും. അവരെൻ്റെ മക്കളാണെങ്കിലും അവർക്ക് ചില കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി നിലപാടുകളിൽ ഒരാളെ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നതിൽ അവരെ എവിടെ നിർത്തണം എന്ന് തീരുമാനിക്കുന്നതിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആണെന്ന് എന്നെക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. നല്ലൊരു ക്വാളിറ്റി ആണല്ലേ? എനിക്കത് പക്ഷേ കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് അടുക്കും, എന്നെ പെട്ടെന്ന് വിഷമം ഇങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പൊ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വർക്ക് ഈസ് വർക്ക്, മണി ഈസ് മണി, മണി മാറ്റേഴ്സ്. നമുക്ക് ജീവിക്കാൻ പൈസ വേണം, വർക്ക് നമുക്ക് വേണം. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ, അത് ഭീകരാണ്. അതെങ്ങനെ ചേച്ചി മാനേജ് ചെയ്യുന്നു? കാരണം ആ ആൾക്കാരോട് കോമ്പിനേഷൻ ചെയ്യണം, പിന്നെ മിണ്ടാതി അങ്ങനെ ഇരിക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ ആകെ ഒരൊറ്റ വർക്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെയൊക്കെ കുട്ടി കാര്യങ്ങളാണ്, അതൊക്കെ അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ അവർ തന്നെ അവർക്ക് മനസ്സിലാവും അവർ ചെയ്തത് തെറ്റാണെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അഗീത ഷേക്കാൻ എടുത്താലോ അത് കൺവിൻസ്ഡ് ആവുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല എങ്ങോട്ടും. സത്യം. എനിക്കും തെറ്റുപറ്റും, എൻ്റെ കൂടെയുള്ളവർക്കും തെറ്റുപറ്റും. അവരത് റിയലൈസ് ചെയ്തിട്ട് അത് ഉമയുടെ പേരിലല്ല തെറ്റ്, എൻ്റെ പേരിലാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓക്കെയാണ്. പിന്നെ അടുത്ത നിമിഷം മുതൽ അവരെ ആ പഴയ കണ്ണിലൊന്നും ഞാൻ കാണത്തില്ല, ഒരിക്കലും കാണില്ല. പക്ഷെ എനിക്ക് ഒറ്റ വർക്കിൽ മാത്രമേ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഭയങ്കരമായ രീതിയിൽ എന്നെ മാത്രമല്ല അവിടെ കുറേ പേര് ടോർച്ചർ ചെയ്യപ്പെട്ടു, അതിൽ ഞാനും ടോർച്ചർ ചെയ്യപ്പെട്ടു. പക്ഷെ അവരോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഇമ്പോർട്ടന്റ്, കമ്മിറ്റ്മെന്റ് ചെയ്ത് പ്രൊഫഷൻ. അതെ, നമുക്ക് ഈ പ്രൊഫഷന്റെ ഒരു പ്രത്യേകത, എത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അഭിനയിക്കേണ്ടി വരും. അത് നമുക്കത് നമ്മുടെ തൊഴിലാണ്, അഭിനയം നമ്മുടെ തൊഴിലാണ്. നമ്മൾ ഉമാനായരല്ല, അപ്പൊ കഥാപാത്രം എന്താണോ അതാണ്. ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവോ ഈ ക്യാരക്ടറിന് കുറച്ചധികം പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു അങ്ങനെ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ സീരിയൽ കൂടുതലും ഫീമെയിൽ ആക്ടേഴ്സാണ് പറയുന്നത് ആ ക്യാരക്ടറിൽ ഒരു സിനിമ പോലെയല്ല 3, 4, 5 years ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ അങ്ങനെ തന്നെയാവും. അങ്ങനത്തെ ഏതെങ്കിലും ക്യാരക്ടർ അങ്ങനെ അതില് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം സൂര്യ TV-യിൽ ഞാൻ കളിവീട് എന്ന് പറയുന്നത് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളെ എനിക്ക് ഒത്തിരി സ്നേഹമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന അളവിൽ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ലവബിൾ. അപ്പം എൻ്റെ ചില രീതികൾ മനസ്സിലാക്കി എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണെന്ന് എൻ്റെ അച്ഛൻ പറയും. അപ്പം അത് ഇവർക്ക് അവർ കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ ആ സീരിയല് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വേണം അമ്മമാര് പുറമേ കാണിക്കാൻ എന്ന് എനിക്ക് ചില ഇൻസിഡൻസിലൂടെ ആ സീരിയൽ എനിക്ക് അങ്ങനൊരു കാര്യം നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. പിന്നെ ഈ മരുമകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രുപക്ഷത്തല്ല എന്നൊക്കെ ആ സീരിയലിലെ നല്ല കഥയാണ് കേട്ടോ അത്. അപ്പോൾ ആ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞത്, ഇങ്ങനൊരു അമ്മായിയമ്മയ്ക്ക് വേണം എൻ്റെ മകളെ കൊടുക്കാൻ. അപ്പൊ അത് എനിക്കും പലതവണ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എല്ലാവരും സമൂഹത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഒരു മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ആ കുടുംബത്തിൻ്റെതും കൂടിയാണ് ആ പെൺകുട്ടി. അപ്പോൾ ഒരു അമ്മയെ പോലെ അമ്മായിയമ്മയ്ക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ അവിടെ പ്രശ്നങ്ങളില്ല. ഇനി മകനും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടായാലും ഇവരത് പരിഹരിക്കും അല്ലേ? ആ സീരിയൽ എനിക്ക് കുറേ കാര്യങ്ങൾ എന്നെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഈ ക്യാരക്ടർ ഭയങ്കര സ്പെഷ്യൽ ടു ഹാർട്ടാണെന്ന് അറിയാം. പക്ഷെ ഇതല്ലാതെ ഭയങ്കര സ്പെഷ്യൽ ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇന്ദുലേഖ സീരിയൽ അല്ലേ? ഭയങ്കര കളപ്പുരയ്ക്കൽ ഗൗരി വെരി ബോൾഡ് ക്യാരക്ടർ. സത്യം. 3 അനിയന്മാരെ അമ്മയും അച്ഛനും മരിച്ചിട്ട് നോക്കി വളർത്തുകയാണ്. അത് ഒരുപാട് എപ്പിസോഡുകളൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അത്. അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനാണോ ഇഷ്ടം? കുറച്ച് ബോൾഡായി ഇഷ്ടമാണ്. ഓക്കെ, ലവിങ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. അതായത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പക്ഷെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം. ഇപ്പോൾ ഈ സീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റ്യൂം മാറ്റേഴ്സ്. കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് ആക്ച്വലി
ഈ സീരിയലിൽ വന്ന് ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു കോസ്റ്റ്യൂം സെൻസ് അല്ലെങ്കിൽ ഓക്കെ ഹാവ് ടു ലുക്ക് ഗുഡ് അങ്ങനെ ഒരു യെസ് അങ്ങനെയാണ് ഒബ്വിയസ്ലി. നമ്മൾ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ഡ്രസ്സുകൾ തിരഞ്ഞെടുത്തും അതിനെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ആ ക്യാരക്ടർ ഇപ്പം ഞാൻ ചെയ്യുന്ന പെയ്തൊഴിയാതെയിലെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിലും അവർ സാരി വെയർ ചെയ്യുന്നതിലും ടൈപ്പ് ഓഫ് സാരീസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഹെയർ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ തന്നെ നമുക്കൊരു കളർ സെൻസ് ഡ്രസ് സെൻസ് ഒക്കെ വരും. അങ്ങനെ. ഓക്കെ. സോ ഇനി അപ്കമിങ് പ്രോജക്ട്സ് അതോ ഷൂട്ടിംഗ് തന്നെ പോകുന്നത്? ഇപ്പൊ പെയ്തൊഴിയാതെയാണ് റണ്ണിങ് പ്രോജക്റ്റ്. പിന്നെ പരമാവധി ഒരു സമയത്ത് ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കും ഞാൻ. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതലാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനി ഒരു പ്രൊജക്റ്റ് എടുക്കും. പിന്നെ ഇത് വരണമല്ലോ, ഇപ്പൊ ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു പണ്ടത്തെ പോലെ അല്ല. ഞങ്ങൾക്ക് പണ്ടത്തെ ഇത്രയും വിഷമം ഞങ്ങൾ ഇൻഡസ്ട്രി ഫേസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അതായത് ഇപ്പം ഞാനല്ലെങ്കിലും ഒരു ആവശ്യകത അല്ല ഒരു കഥാപാത്രത്തിന്. ഞാനില്ലെങ്കിൽ അടുത്ത ആള് എന്നേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അടുത്ത നിമിഷം അവിടെ വരും. അവിടെ റീപ്ലേസബിൾ ആണ്. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതിൽ ദൈവത്തിനോടും ഇത് നമ്മളെ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന എല്ലാവരോടും, ചാനല്, ടെക്നീഷ്യൻസ്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് എല്ലാവരോടും നമ്മൾ ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റെങ്കിലും ചെയ്യാൻ ദൈവം തന്നതിൽ നന്ദി. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടും തോന്നുന്നു. ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലോട്ട് ഓഫ് ചേഞ്ചസ് അല്ലേ? ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.